ഞാൻ മോഹനൻ. ഞാൻ എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകര. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിൽ ആർട്ട് സെറ്റ് വർക്കറായിരുന്നു. ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനൊരു പഴമ ഉള്ള ഒരു കാര്യം പുതുമയാക്കി കൊണ്ടുവരാൻ വേണ്ടി ഞാനിങ്ങനൊരു സംരംഭം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ മൺമറഞ്ഞു പോയ കുറച്ച് ക്യാമറയുടെ മിനിയേച്ചറുകളാണ്. അത് വരും തലമുറയ്ക്കും ഒക്കെ ഒന്ന് കണ്ട് അവർക്കൊന്നും പഠിക്കാൻ വേണ്ടിയാണ് ഞാനവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പല പല സിനിമയ്ക്ക് വേണ്ടി സെറ്റിൻ്റെ ആ ഒരു പഴക്കത്തിൻ്റെ പേരിലാണ് എനിക്കിങ്ങനെ ഒരു ആശയം മനസ്സുദിക്കുകയും ഇങ്ങനെ ഒരു കൗതുകരമായിട്ടൊരു കാര്യം കാണാൻ വിചാരിച്ചത്. മറ്റൊരു കാര്യം, ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളത് വലുതായിക്കൊണ്ട് വരുന്നൊരു മനസ്സിലെ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അതെനിക്ക് ജനങ്ങളിപ്പോൾ ധാരാളം എനിക്ക് തരുന്നുണ്ട്, പ്രോത്സാഹനം തരുന്നുണ്ട്. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും പുതിയതായിട്ടുള്ളവർ ധാരാളം പേര് വരുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നെടുത്ത് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും പരിചയപ്പെടാം, പുതിയ സുഹൃത്തുക്കളെയും പരിചയപ്പെടാം എന്നുള്ള ഒറ്റ ആശയത്തിലാണ് ഞാനിത് വന്നത്. മറ്റൊന്ന്, ഈ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഈ ക്യാമറകൾ 3 കാലഘട്ടത്തിലുള്ളതാണ്. 1920 കാലഘട്ടത്തിലാണ് ഈ എൻ്റെ ഇടതുഭാഗത്തിൻ്റെ ക്യാമറ. ഇത് മിക്സൽ ക്യാമറ എന്നാണ് പേര്. അതിപ്പോൾ മൺമറഞ്ഞു പോയി. രണ്ടാമതിരിക്കുന്ന 1960 കാലഘട്ടമാണ്. ഇത് ആര്യപ്ലക്സ് എന്നാണ് ഇതിൻ്റെ പേര്. മൂന്നാമത് കാണുന്നത് പാനാവിഷൻ. ഇത് 1950 വന്നു. ഇതെല്ലാം മൺമറഞ്ഞു പോയി എന്ന് പറയാൻ കാരണം ഒരു 10-20-24 വർഷക്കാലത്തിന് ഇപ്പുറം വരെ ഉണ്ടായിരുന്നു. ബാക്കിയതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് പോയി. ഡിജിറ്റൽ സിസ്റ്റം വന്നതിന് ശേഷം അതെല്ലാം ഒതുക്കപ്പെട്ടു. ഇപ്പോൾ ഒരു കാഴ്ച വസ്തു പോലെ ഇപ്പോൾ ഓരോ അക്കാഡമിയിലും പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരും കാണും. അപ്പോൾ അറിയാത്തവർക്കും കൂടി ഒരു പഠനമായിക്കോട്ടെ എന്ന് വിചാരിച്ചെന്ന് അതിൻ്റെ മോഡൽസ് മിനിയേച്ചറായിട്ട് ഞാൻ ചെയ്തത്. ഈ മിനിയേച്ചർ ചെയ്തത് ടീക്കുഡിലാണ്. ഇതെന്തൊക്കെ ചേർന്നെന്ന് വെച്ചാൽ ടീക്കുഡും ഇനാമൽ, പോളിഷ്, സ്റ്റിക്കർ, പിന്നെ എൻ്റെ കരങ്ങളുമാണ്. ഒരെണ്ണം പൂർത്തിയാക്കാനായിട്ട് കൃത്യ കണക്ക് പറയാൻ പറ്റില്ലെങ്കിലും പാർട്സ് സെറ്റൊക്കെ ചെയ്ത് അങ്ങനെ വ്യക്തപ്പെടുത്തി ഒരു 3 ദിവസമെങ്കിലും വേണ്ടി വരും ഒരു പീസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് ആഗ്രഹപ്പെട്ട് സ്റ്റുഡൻസും മറ്റുള്ളവരും ആഗ്രഹപ്പെട്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ അവരിൽ നിന്നും ചെറിയൊരു പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇത് റേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇത് മറ്റ് കടകളിൽ കിട്ടത്തുമില്ല. നിരവധി പേര് മൊമെൻ്റാക്കി ചെയ്തു കൊടുക്കാനായിട്ട് പല സമിതിക്കാരും എന്നോട് ഓഫർ ചെയ്തു. ഞാൻ അത് വാക്കും പറഞ്ഞിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ക്യാമറയെ പറ്റി പറയാൻ ഞാനൊരു ക്യാമറാമാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ക്യാമറയെ പറ്റി വിശദീകരിച്ച് പറയാൻ എനിക്കറിയില്ല. ശരി, നന്ദി, നമസ്കാരം.